പെരിയ കേസിൽ, അതായത് 9, 11, 12, 13, 16, 18, 17, 19, 23, 24 പ്രതികൾ അവരെ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് കെ വി കുഞ്ഞിരാമൻ, ഓരോ സ്ഥാനങ്ങളിലിരുന്ന ആളുകളാണോ ഈ ലിസ്റ്റിൽ നമ്പറിൽ വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 13ാം പ്രതി ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണനെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. എന്നാൽ 14ാം പ്രതിയായ മണികണ്ഠൻ, കെ മണികണ്ഠൻ, അദ്ദേഹം ഉദുമ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള പ്രധാനം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ചൂണ്ടിക്കാട്ടാനുള്ളത് കെ വി കുഞ്ഞിരാമനാണ്. മുൻ ഉദുമ MLA ആയ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കെ വി കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 20ാം പ്രതിയാണ് കുഞ്ഞിരാമൻ അടക്കമുള്ള നേതാക്കൾ, കുഞ്ഞിരാമൻ, മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി അടക്കമുള്ള നേതാക്കൾ കുറ്റക്കാരാണെന്ന് CBI കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ബാക്കി വിശദാംശങ്ങൾ കൂടി നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിൽ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് 9, 11, 12, 13, 16, 18, 17, 19, 23, 24 പ്രതികൾ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു എന്നുള്ള, അവരെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ള പ്രതികളാണ് കുറ്റക്കാരൻ എന്ന കോടതി വിധിയാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ്, എന്തായിരിക്കും വിധി എന്നുള്ളത് കാണണം. ഈ പറഞ്ഞതുപോലെ കുറച്ച് ആളുകൾ, 10 പേരെ മാത്രമാണ് കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. ബാക്കിയെല്ലാം പാർട്ടിയുടെ MLA ആയിരുന്നയാൾ ഉൾപ്പെടെ പാർട്ടി പ്രതിനിധികളായിട്ടുള്ള ആളുകളെല്ലാം കുറ്റക്കാരാണ് എന്ന കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. ഇതിലിനി ഒഴിവാക്കപ്പെട്ട, പാർട്ടി പ്രതിനിധിയായിട്ട് ഒഴിവാക്കപ്പെട്ട ആൾ ആരാണ്? ശരൺ, അതിനപ്പുറത്തേക്ക് ഈ പ്രതികൾ ഏത് തരത്തിലാണ്, എന്തൊക്കെയുള്ള കാര്യങ്ങൾ, വിശദാംശങ്ങളൊക്കെ അല്പസമയത്തിനകം വരും അല്ലേ? ധന്യ, നമ്മൾ നേരത്തെ പ്രധാനമായും 5 CPM നേതാക്കളുടെ പേരുകളാണ് എടുത്തു പറഞ്ഞിരുന്നത്. ഇവർക്കെതിരെ എന്താണ് വിധി വരിക എന്നുള്ളതാണ് ഉറ്റുനോക്കുകയും ചെയ്തിരുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഇതിൽ ബാലകൃഷ്ണനെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 13ാം പ്രതിയാണ്, മുൻ ലോക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെതിരെ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ, ഒപ്പം തന്നെ ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുകയാണ്. എന്നാൽ ബാക്കിയുള്ള പ്രതികൾ, 14ാം പ്രതിയായ CPM ഉദുമ മുൻ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ, 20ാം പ്രതിയായ മുൻ ഉദുമ MLA കെ വി കുഞ്ഞിരാമൻ, അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. ഇതിന് പുറമെ തന്നെ 21ാം പ്രതിയായിട്ടുള്ള രാഘവൻ വെളുത്തോളി അടക്കമുള്ള, ഭാസ്കരൻ വെളുത്തോളി അടക്കമുള്ള നേതാക്കൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളായ CPM-ന്റെ നേതാക്കളായ ആളുകൾ കുറ്റക്കാരായി വരുന്നത്. 14ാം പ്രതി കെ മണികണ്ഠനാണ്, ഉദുമ മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. A സുരേന്ദ്രൻ, കെ വി കുഞ്ഞിരാമൻ ഉദുമ മുൻ MLA ആണ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. രാഘവൻ വെളുത്തോളി പാക്കം ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. EV ഭാസ്കരൻ കുറ്റവിമുക്തരായിട്ട് ആകെ ബാലകൃഷ്ണൻ മാത്രമാണ്, മുൻ പെരിയ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ബാലകൃഷ്ണൻ മാത്രമാണ് പാർട്ടിയുടെ കുറ്റവിമുക്തരായത്. ബാക്കി എല്ലാവരും, രാഘവൻ വെളുത്തോളിയും കുഞ്ഞിരാമനും ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കുറ്റക്കാരാകുന്നു. ശരൺ, എന്താണ് കോടതിയിൽ നിന്ന് അറിയുന്ന ഏറ്റവും പുതിയ വിവരം?